അങ്ങനെ ഭയാനകമായ സിറ്റുവേഷൻ ഇപ്പോൾ എന്തായാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ ആയിട്ടില്ല. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കണമെന്ന് കോടതിയെ അറിയിക്കേണ്ട സാഹചര്യമില്ല. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നത് ഞങ്ങൾ നിയന്ത്രിക്കാൻ തയ്യാറാണ്. നിങ്ങൾ കോടതിയും പറഞ്ഞിട്ടുണ്ട്. 80-10 പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ 70-20 ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ 70-20 എന്ന് പറഞ്ഞാൽ 20-ൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ എന്താണ് കരണീയമെന്ന് നിങ്ങൾ തന്നെ പറയുക. അവരെ തിരിച്ചുവിടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അവരെ എല്ലാവർക്കും ദർശനം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെയും അല്ലെങ്കിൽ അവരിവിടുന്ന് പോവാതെ അവരിന്ന് സങ്കടപ്പെട്ടിരുന്നാൽ അത് നമുക്ക് ദുഃഖമാണ്. ഒരു ആൾക്കാരെ കയറ്റാൻ വേണ്ടിയാണല്ലോ നമ്മൾ വെർച്വൽ ആയാലും സ്പോട്ട് ബുക്കിംഗ് 90,000 പേരെന്നുള്ളൊരു നിശ്ചയിച്ചിരിക്കുന്നത്. അന്നേരം ആ ആൾക്കാരെല്ലാം കയറ്റാൻ പറ്റും. അത് കൂടുതൽ കയറ്റുന്നതാണല്ലോ ഈ വിഷയം ഉണ്ടാകുന്നത്. അല്ല, കൂടുതൽ കയറ്റാതെ വരുന്നവർ എന്ത് ചെയ്യണമെന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മാധ്യമങ്ങൾ കൂടെ പറയാം. ഈ 20,000-ന് പകരം 37,000 ആൾക്കാർ വന്നാൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ നമുക്ക് അവരുടെ നേരെ ബലം പ്രയോഗിക്കാനോ അവരെ പറഞ്ഞു വിടാനോ നമുക്ക് സംവിധാനം ഇല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അവരെടുത്ത് അത് ക്രമീകരിച്ചിട്ട് നമ്മളിപ്പോൾ അവരോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നാളെ പറ്റും എന്ന് പറഞ്ഞ് നിലയ്ക്കൽ അവരെ ഹോൾഡ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് നമ്മൾ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കേന്ദ്രങ്ങൾ നിലയ്ക്കലേക്ക് മാറ്റുകയാണ്. ആ മാറ്റുന്നതനുസരിച്ച് അവിടെ ആൾക്കാർ വന്ന് ക്രമാനുസൃതമായി തന്നെ ഈ ദർശനത്തിന് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്നത്തെയും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും എന്താ പറയുക, ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ക്രമാതീതമാണ്. നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചരിത്രത്തിലുണ്ടാവാത്തത്ര തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഭഗവാന്റെ പേരും പോഴും കൂടുതൽ നന്നാവുന്നതും പ്രശസ്തമാവുന്നതിൻ്റെ ഭാഗമാണെന്ന് ആലോചിച്ച് സന്തോഷിക്കാനൊരു ഭക്തന്മാർക്ക് പറ്റുമെങ്കിലും ഞങ്ങൾ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ആ വെല്ലുവിളി നേരിടാൻ നമ്മൾ തയ്യാറാണ്. അതിന് ഭഗവാൻ നമുക്ക് പൂർണ്ണമായ കരുത്ത് തരും. സർക്കാരും ദേവസ്വം ബോർഡും പൂർണ്ണമായി ഞങ്ങളുടെ കൂടെയുണ്ട്. ബുദ്ധിമുട്ട് വരില്ല. ഈ 18-ാം പടിയിൽ ഒരു ഞാനതാണല്ലോ കുറച്ച് മുമ്പ് പറഞ്ഞത്. നമ്മൾ 80-90 ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആരോഗ്യമുള്ള ആൾക്കാർ വരുമ്പോഴാണ് ഒരാൾ. ഇപ്പം ഇന്നലെ ഞാൻ ഒരു പോലീസുകാരനെ സഹായിക്കുമ്പോൾ കണ്ടെച്ച കൃത്രിമ കാലിട്ട് ഒരാൾ കയറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ 1 മിനിറ്റിൽ 80 എന്ന് പറയുന്നത് നേരെ 40ലേക്ക് പോവാണ്. ഇങ്ങനെയുള്ള ചലഞ്ചസ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ബാക്കി ആരോഗ്യമുള്ളവർ ചേർന്ന് അവരെ സഹായിച്ച് കൊണ്ടുവരണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു കാരണക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും പരസ്പര പൂരിതമായ സഹകരണത്തോടുകൂടി പോയാലേ പറ്റുള്ളൂ. അത് അങ്ങനെ ചെയ്യാതെ ഇപ്പം ആരുടെയെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാവും. തെറ്റുകൾ മാത്രമേ ഇവിടെ കാണുള്ളൂ. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ എത്രയും നന്നായ രീതിയിൽ ഈ ആൾക്കാർക്ക് എല്ലാം ദർശനം കൊടുത്ത് നമ്മൾ പറഞ്ഞയക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കേന്ദ്രസേനയ്ക്ക് വരുന്നുണ്ട്. നമ്മൾ അതിനുള്ള നേരത്തെയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവർ വരുന്നുണ്ട്. അവർ ഇന്ന് ദേശീയ തലത്തിലുണ്ടായ പല പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവരൊന്ന് വൈകി പുറപ്പെടാൻ അവർ 2 ദിവസത്തിനകത്ത് എത്തും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ADGP S. ശ്രീജിത്താണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പക്ഷേ ക്രമാതീതമായ, അദ്ദേഹം ഉപയോഗിച്ച വാക്കത് തന്നെയാണ്, പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ക്രമാതീതമായ ഒരു തിരക്കാണ്, കണക്കൂട്ടലുകൾക്കപ്പുറത്തേക്കുള്ളൊരു തിരക്ക് ഈ തുടക്ക ദിവസങ്ങളിൽ തന്നെ, മണ്ഡലകാലത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ വന്നു. അതാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ട്. ഭക്തരെ മടക്കി അയക്കാനാവില്ല. അത് പിന്നെ സാധ്യമാകുന്നത് നിയന്ത്രിക്കുക. ആ നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് ഭക്തരെ തടഞ്ഞു നിർത്തി ഘട്ടം ഘട്ടമായി കടത്തിവിടുക. സ്വാഭാവികമായും കാത്തുനിൽപ്പ് കൂടും എന്ന സാഹചര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത്. MG പ്രതീക്ഷയുടെ പ്രതീക്ഷ പോലീസ് ഈ വലിയ തിരക്ക് മൂലം ഉണ്ടാകുന്ന നിസ്സഹായാവസ്ഥ പറയുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്. അപ്പോൾ കാത്തുനിൽപ്പ് അല്ലെങ്കിൽ ഈ ഇരിപ്പ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് കുറേ മണിക്കൂറുകളെങ്കിലും തുടരുമെന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗോകുൽ, സ്ഥിതി കൂടുതൽ ഗുരുതരമാവുകയാണ്. കാരണം കൂടുതൽ തീർത്ഥാടകർ 18-ാം പടിക്ക് അടുത്തേക്ക് വരികയാണ്. ഈ തീർത്ഥാടകർക്ക് അനങ്ങാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വലിയ ഒരു തിരക്ക് 18-ാം പടിക്ക് താഴെ ഉണ്ടാകുന്നു. ഈ നടപ്പന്തലിൽ നിന്ന് 18-ാം പടിയിലേക്ക് കയറി വരുന്ന തീർത്ഥാടകർ 18-ാം പടി ഭാഗത്തേക്ക് കൂടുതൽ തള്ളുന്നുണ്ട്. അപ്പോൾ അത് ഈ 18-ാം പടിക്ക് താഴെ നിൽക്കുന്ന തീർത്ഥാടകരെ വലിയ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. പലർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഉണ്ടാകുന്നൊരു സാഹചര്യം നിലവിൽ 18-ാം പടിക്ക് മുന്നിലുണ്ട്. ഈ കൂടുതൽ തീർത്ഥാടകർ തള്ളി അകത്തേക്ക് എത്തുന്നതാണ് വലിയ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അതിനെ നിയന്ത്രിക്കാൻ പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിമിതമായ സൗകര്യം ഉപയോഗിച്ച് ആ തിരക്ക് നിയന്ത്രിക്കാൻ അവർക്കിപ്പോൾ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ
പോലീസും ദേവസ്വം ബോർഡും ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒരു തിരക്കാണ് ഈ 2 ദിവസമായി ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ക്രമാതീതമായ തിരക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ ഒരു വരവ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ സന്നിധാനത്ത് ഇത്രത്തോളം ഒരു തിരക്ക് ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ തീർത്ഥാടകർ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തീർത്ഥാടകരിൽ ഒരു 99% പേരും 15-16 മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷം ഇപ്പോൾ 18-ാം പടിക്ക് താഴെ എത്തിയതാണ്. ഇനി അവർക്കുള്ള ആകെ ഒരേ ഒരു ആഗ്രഹം അയ്യപ്പനെ ദർശനം നടത്തുക. അതിനുവേണ്ടി 15-16 മണിക്കൂറുകൾ കാത്തു നിന്ന് സഹിച്ചവർ ഇവിടെ എത്തിയതാണ്. അതിനുവേണ്ടിയാണ് 18-ാം പടിക്ക് താഴെ നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും അവർക്ക് മുകളിലേക്ക് കയറാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ തിരക്ക് ശബരിമലയിലുണ്ട്. അതാണ് ഇപ്പോൾ വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ഈ കൂടുതൽ തീർത്ഥാടകർ ഈ 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തുമ്പോഴാണ് അതിന് തൊട്ട് മുന്നിലുള്ള തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത്തരത്തിൽ അനങ്ങാൻ പറ്റാത്ത തരത്തിൽ ഒരു മുട്ടുസൂചി കുത്താൻ പറ്റാത്ത തരത്തിലുള്ള വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നു. ശബരിമലയുടെ ഓരോ കോണിലും തീർത്ഥാടകരുടെ വലിയ നീണ്ട നിരയാണ്. പലയിടങ്ങളിലും തീർത്ഥാടകർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, ശാരീരിക അവശതകൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് നിലവിൽ ശബരിമലയിലെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഈ ചെറുതായി മഴയൊക്കെ തന്നെ പൊടിയുന്നുണ്ട്. അത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥയൊക്കെ തന്നെ ശബരിമലയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയത്താണ് ഇത്രത്തോളം തിരക്ക് ശബരിമലയിൽ ഉണ്ടാകുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ ആളുകൾ ശബരിമലയിൽ എത്തിയതാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ ഒരു കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അത്രത്തോളം തീർത്ഥാടകർ എത്തിയതാണ് വലിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള തീർത്ഥാടകരെ 18-ാം പടിക്ക് താഴെയുള്ള തീർത്ഥാടകരെ പരമാവധി പടി കയറ്റി ദർശനം നടത്താനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഈ രാവിലെ മുതൽ തന്നെ ഇവിടെ നിൽക്കുന്ന പോലീസുകാരാണ്. അവരുടെ അധ്വാനം മുഴുവൻ ഈ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത്രത്തോളം പോലീസുകാരെ ഉപയോഗിച്ച് ഈ 10,000-കണക്കിന് തീർത്ഥാടകരെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ള ഒരു ആശങ്ക പോലീസുകാർക്ക് ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.